200 കോടി ഒരു ഹെവി വെയ്റ്റ് ക്രിക്കറ്റ് പോരാട്ടം ഉപേക്ഷിക്കുന്നതിലൂടെ ICC കൂട്ടിനോക്കുന്ന ഏകദേശ നഷ്ടക്കണക്കാണിത്. മത്സരം ഏതാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതെ, ഇന്ത്യ പാകിസ്ഥാൻ ഗ്ലാമർ പോരാട്ടം തന്നെ. ICCയെ സംബന്ധിച്ച് പൊന്മുട്ടയിടുന്ന താറാവാണ് ഓരോ ഇന്ത്യ പാക് മത്സരവും. ബ്രോഡ്കാസ്റ്റർമാരെയും ഡിജിറ്റൽ പാർട്ണർമാരെയും സംബന്ധിച്ച് ഏറ്റവും വരുമാനമുള്ള മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും മൈതാനത്ത് ഏറ്റുമുട്ടുമ്പോൾ വ്യൂവർഷിപ്പ് കൂടുമെന്നതിനു പുറമെ പരസ്യ സ്പോൺസർഷിപ്പ് തുകകളും കുതിച്ചുയരും എന്നതു തന്നെയാണ് ഇതിൻ്റെ കാരണം. നിലവിലെ സാഹചര്യത്തിൽ ലോകകപ്പ് പോലൊരു പ്രധാന വേദിയിൽ മത്സരം ഉപേക്ഷിക്കുന്ന നിലയുണ്ടായാൽ ബ്രോഡ്കാസ്റ്റർമാർ ICCയോട് നഷ്ടപരിഹാരം തേടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. സമീപകാലത്തൊന്നും ഇന്ത്യക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ആയിട്ടില്ലെങ്കിലും ഓരോ ടൂർണമെൻറ്റിന് മുമ്പും ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഹൈപ്പ് അത്രമാത്രം വലുതാണ്. ഇന്ത്യയുമായി കളിക്കില്ലെന്ന് പറയുന്നതിലൂടെ പാകിസ്ഥാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബംഗ്ലാദേശിന് ധാർമ്മിക പിന്തുണയാണോ? അതോ ഒളിച്ചോട്ടമോ? അതോ ബലൂചിസ്ഥാനിൽ പുകയുന്നതിനെതിരെയുള്ള സന്ദേശമോ? എന്തായാലും ഈ കളിയിൽ അന്തിമ നഷ്ടം പാകിസ്ഥാന് തന്നെയാകും. ഫെബ്രുവരി 15 കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടതാണ്. ടിക്കറ്റ് വിൽപ്പനയും തകൃതിയായി നടന്നു വരുന്നു. എന്നാൽ പൊടുന്നനെ ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇന്ത്യക്കെതിരായ മത്സരം ഉപേക്ഷിക്കുന്നതായുള്ള പാക് പ്രഖ്യാപനം വന്നതോടെ ക്രിക്കറ്റിൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതല്ല. നേരത്തെ തന്നെ ബംഗ്ലാദേശിനെ പുറത്താക്കിയതിലൂടെ കലങ്ങിമറിഞ്ഞ വിശ്വമേള ഈ നീക്കത്തിലൂടെ പുതിയ തലങ്ങളിലേക്കാണ് പ്രവേശിക്കാനൊരുങ്ങുന്നത്. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും തന്നെ ICC അംഗീകരിക്കില്ല. വേദി മാറ്റണമെന്ന ബംഗ്ലാദേശ് സമ്മർദ്ദത്തെ തള്ളിയതിലൂടെ അവർ നൽകിയതും ഇതു സംബന്ധിച്ച കൃത്യമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇതോടെ നിലവിലെ സംഭവ വികാസങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയിലേക്കാകും ICC കടക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാന്റെ ബോയ്ക്കോട്ട് പ്രസ്താവനയെത്തി 2.5 മണിക്കൂറിനുള്ളിൽ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ മറുപടി നൽകിയതും ഇതിനുള്ള സൂചനയാണ്. പാക് സർക്കാരിൻ്റെ നയങ്ങളിൽ ബഹുമാനമുണ്ടെന്നും എന്നാൽ തീരുമാനത്തിൽ നിന്ന് PCB പിന്മാറണമെന്നും ICC മുന്നറിയിപ്പ് നൽകി. ലോകകപ്പ് പോലെയുള്ള വലിയ ടൂർണമെൻറ്റുകളുടെ അടിസ്ഥാന തത്വങ്ങളുമായി യോജിക്കുന്നതല്ല പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ നിലപാട്. പാകിസ്ഥാനും ക്രിക്കറ്റിനും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് PCB തീരുമാനം പുനഃപരിശോധിക്കണം. ICC പ്രസ്താവനയിൽ നിലപാട് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് പാക് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ICC അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബോയ്ക്കോട്ട് ആഹ്വാനം പാകിസ്ഥാന്റെ വിലപേശൽ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നവരുമുണ്ട്. T20 ലോകകപ്പ് ആരംഭിക്കാൻ 5 ദിവസമാണ് ശേഷിക്കുന്നതെങ്കിലും ഇന്ത്യ പാക് പോരാട്ടത്തിന് 2 ആഴ്ച സമയമുണ്ട്. ഇതിനിടെ ICCക്ക് മേൽ പരമാവധി സമ്മർദ്ദം ചെലുത്താമെന്നാണ് PCB കരുതുന്നത്. ഇന്ത്യ പാക് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി വാർത്ത സൃഷ്ടിച്ച് പിൻവാതിലൂടെ ചർച്ച നടത്തിയ ICCയിൽ നിന്ന് പരമാവധി വരുമാനം നേടിയെടുക്കാനുള്ള തന്ത്രവും ഈ നീക്കത്തിൽ പിന്നിലുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ICC തലവനായ ജയ്ഷായെ സംബന്ധിച്ചും ഇന്ത്യ പാക് മത്സരം നടക്കാതെ പോകുമെന്നത് വലിയ തിരിച്ചടിയാകും. ഇതോടെ ടൂർണമെൻറ്റിൻ്റെ ശോഭ കെടുത്തുന്ന നടപടി ഒഴിവാക്കാൻ പരമാവധി ശ്രമം നടത്താൻ ജയ്ഷ മുൻകൈയെടുത്തേക്കും. പരസ്യ വരുമാനത്തിലടക്കം ICCയുടെ പ്രധാന സോഴ്സാണ് ഇന്ത്യ പാക് മത്സരം. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ ബൈലാറ്ററൽ സീരീസുകൾ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായി. ഇതോടെ നേർക്കുനേർ പ്രത്യക്ഷപ്പെടുന്ന ഏകവേദി ICC അല്ലെങ്കിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മത്സരങ്ങളാണ്. ടെലിവിഷൻ പ്രേക്ഷകരിലടക്കം പുതിയ റെക്കോർഡുകളാണ് ഓരോ അയൽപൂരവും സൃഷ്ടിക്കുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങൾക്ക് ICC നൽകുന്ന സഹായധനത്തിൻ്റെ പ്രധാന സോഴ്സ് ഇന്ത്യ പാക് മത്സരത്തിൽ നിന്നടക്കം ലഭിക്കുന്ന വരുമാനമാണ്. ഈ റവന്യൂവിൽ ഇടിവുണ്ടാകുന്ന സാഹചര്യത്തെ വെറുതെ നോക്കി നിൽക്കാൻ എന്തായാലും ICC തയ്യാറായേക്കില്ല. പാകിസ്ഥാനുമേൽ സാമ്പത്തിക ഉപരോധമടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ക്രിക്കറ്റ് കൗൺസിൽ കടന്നേക്കും. UAE ആതിഥേയത്വം വഹിച്ച ഏഷ്യാകപ്പ് മുതലാണ് ഇന്ത്യ പാക് ക്രിക്കറ്റ് ബോർഡുകൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നത്. ജേതാക്കളായ ഇന്ത്യൻ ടീം പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഇതോടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയ നഖ്വി മടങ്ങുകയും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളുമെല്ലാം ക്രിക്കറ്റ് ലോകം കണ്ടതുമാണ്. ഏഷ്യാകപ്പിന് ശേഷം ഇന്ത്യക്കെതിരെ ലഭിക്കുന്ന ഒരവസരവും നഖ്വി പാഴാക്കിയിരുന്നില്ല. ഇതിൻ്റെ തുടർച്ചയാണ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിലും നാം കാണുന്നത്. പോയ ദിവസം മൊഹ്സിൻ നഖ്വി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇതിനു പിന്നാലെ വന്ന പ്രഖ്യാപനവും ഇതുമായി കൂട്ടി വായിക്കേണ്ടതാണ്. പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞതെല്ലാം കേട്ട് കളികൾ ലങ്കയിലേക്ക് മാറ്റിക്കൊടുത്തിട്ടും ഈ കളി പാകിസ്ഥാൻ തുടരുകയാണെങ്കിൽ 8ന്റെ പണി തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുമായി കളിക്കേണ്ടതില്ലെന്ന നിലപാട് തങ്ങളുടേതല്ലെന്നും ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നുമാണ് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ വ്യക്തമാക്കിയത്. സർക്കാരും ക്രിക്കറ്റ് ബോർഡും നൽകുന്ന നിർദ്ദേശം പാലിക്കേണ്ടതുണ്ടെന്നും ആഗ കൂട്ടിച്ചേർത്തു. ഇനി പാകിസ്ഥാൻ പിന്മാറിയാലുള്ള സാഹചര്യം പരിശോധിക്കാം. നിലവിൽ ഇന്ത്യക്ക് പുറമെ നമീബിയ, നെതർലാൻഡ്സ്, USA എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് Eയിലാണ് പാകിസ്ഥാൻ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്കൊപ്പം ടൂർണമെൻറ്റിൻ്റെ സഹ ആതിഥേയരായ ലങ്കയിലാണ് അവരുടെ എല്ലാ മത്സരങ്ങളും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന ദിവസമായ ഫെബ്രുവരി 7 നെതർലാൻഡ്സിനെതിരെയും തുടർന്ന് 10 USAക്കെതിരെയും 18 നമീബിയക്കെതിരെയുമാണ് പാകിസ്ഥാൻ്റെ മത്സരങ്ങൾ. 15 ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ചാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ വിലയേറിയ 2 പോയിന്റുകൾ പാകിസ്ഥാന് നഷ്ടമാകും. ICCയുടെ പ്ലേയിങ് കണ്ടീഷനുകൾ പ്രകാരം പാകിസ്ഥാൻ്റെ നെറ്റ് റൺ റേറ്റിനെയും ഇത് കാര്യമായി ബാധിക്കും. എന്നാൽ ഇന്ത്യക്ക് നെറ്റ് റൺ റേറ്റിലടക്കം യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല.
2003 ഏകദിന ലോകകപ്പിൽ കെനിയയ്ക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിച്ചതിലൂടെ ന്യൂസിലാൻഡിനും സിംബാബ്വെക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിച്ചതിലൂടെ ഇംഗ്ലണ്ടിനും വലിയ നഷ്ടം സംഭവിച്ചിരുന്നു. ഇന്ത്യക്കെതിരായ മത്സരം പാകിസ്ഥാൻ ഉപേക്ഷിച്ചാൽ അത് തെറ്റായ ഒരു കീഴ്വഴക്കമാകും സൃഷ്ടിക്കുക. വരും കാലങ്ങളിലും ഇതിൻ്റെ ചുവട് പിടിച്ച് ഒട്ടേറെ ബഹിഷ്കരണ ഭീഷണികൾ ഉണ്ടാകുമെന്ന ബോധ്യം ICCക്കുണ്ട്. ഇക്കാര്യത്തിൽ രമ്യമായൊരു പരിഹാരത്തിനാണോ അതോ കടുത്ത നടപടിയിലേക്കാകും ICC പ്രവേശിക്കുക? വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം.